പൊളിറ്റിക്കൽ മാസ് ഇന്ന് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ കഴിഞ്ഞ തവണ 9ഇടത്തും LDF-നായിരുന്നു വിജയം. 2 സ്ഥലങ്ങളിൽ UDF അവരുടെ വിജയ പതാക പാറിച്ചു. ഇത്തവണ ഇടതുപക്ഷം അവരുടെ ശക്തമായ മേൽക്കൈ നിലനിർത്തുമോ, അല്ലെങ്കിൽ UDF ഈ കാര്യങ്ങളെ തിരിച്ചിടുമോ? NDA BJP അവരുടെ കരുത്ത് കൂട്ടുമോ? ഈ ചോദ്യങ്ങളാണ് നിശ്ചയമായിട്ടും പ്രധാനമായിട്ട് കൊല്ലം ജില്ലയിലാകെ തന്നെയും ഉള്ളത്. അങ്ങേയറ്റം സജീവമായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന ഒന്നിലേറെ മണ്ഡലങ്ങളുള്ള, കേരളം മുഴുവൻ തന്നെയും ശ്രദ്ധിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള ആളുകളും ശ്രദ്ധിക്കുന്ന വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. നമ്മോടൊപ്പം പൊളിറ്റിക്കൽ മാസിൽ ചേരുന്നത് ശ്രീ SR അരുൺ ബാബു, അദ്ദേഹം CPM-ന്റെ നേതാവും പ്രതിനിധിയുമാണ്. ശ്രീ BN ഹസ്കർ UDF പ്രതിനിധിയാണ്. ശ്രീ S പ്രശാന്ത് BJP-യുടെ നേതാവും NDA-യുടെ പ്രതിനിധിയുമാണ്. നമുക്ക് നേരിട്ട് ചർച്ചകളിലേക്ക് കടക്കാം. ആദ്യം എല്ലാവരോടുള്ള ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നണിയെ കൊല്ലം ജില്ല വിജയിപ്പിക്കണമെന്നാണ്. ശ്രീ അരുൺ ബാബു, എന്തുകൊണ്ട് 10 കൊല്ലത്തിന് ശേഷവും നിങ്ങളുടെ സർക്കാരിനെ തന്നെ തിരിച്ചു കൊണ്ടുവരണം കൊല്ലത്ത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വമാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമത്തിലൂന്നിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാടാകെ അംഗീകരിക്കപ്പെട്ടതാണ്. ഒരു ദശാബ്ദക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയാശങ്കയുമില്ല. കാരണം ഈ നാടിനെ ചേർത്തു നിർത്തിയ 10 വർഷക്കാലമാണ്. അത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായ നേട്ടം നേടിയെടുത്തപ്പോൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നേടിയെടുത്ത നേട്ടങ്ങൾ, അതുപോലെ ഈ കേരളത്തിൻ്റെ വ്യവസായ മേഖല, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിനകത്ത്, അതുപോലെ ക്ഷേമത്തിലൂന്നിയതുകൊണ്ടുള്ള 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ചെറുപ്പക്കാർക്ക് സ്കോളർഷിപ്പ്, അങ്ങനെ 1 കോടിയോളം വരുന്ന മനുഷ്യർക്ക് നേരിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം എത്തിക്കുന്ന, 5 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതി വഴി വീട് ഉറപ്പാക്കിയ, 3 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി നൽകിയ, അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആരോഗ്യ മേഖലയും വ്യവസായ മേഖലയും ടൂറിസം മേഖലയും എല്ലാം നേടിയെടുത്ത നേട്ടത്തിൽ നിന്നുകൊണ്ടാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ജനങ്ങൾക്ക് ദൃശ്യയോഗ്യമായ, സ്പർശയോഗ്യമായ വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ മുമ്പൊരിക്കലും, ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടി, ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതി, അതൊന്നും ജനങ്ങൾക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്ന വികസനമായിരുന്നില്ല. വർത്തമാനത്തിൽ മാത്രമുണ്ടായിരുന്ന വികസന പദ്ധതികളെക്കുറിച്ചായിരുന്നു UDF-ൻ്റെ അവസാന കാലത്ത് അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതെങ്കിൽ, ഇന്ന് ദൃശ്യയോഗ്യമായ, സ്പർശയോഗ്യമായ ഞങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഇതാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കൊല്ലം ജില്ലയിൽ നിൽക്കുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഈറ്റില്ലമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ജില്ലയാണ്. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ഈ ജില്ല നേടിയെടുത്ത നേട്ടങ്ങൾ, ഈ ജില്ലയിൽ നേടിയെടുത്ത നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു സമുച്ചയം, ആരോഗ്യ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, IT പാർക്കുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയെടുത്ത വലിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഈ ജില്ല നേടിയെടുത്ത പരമ്പരാഗത വ്യവസായ മേഖലയടക്കം ചേർത്തു നിർത്തിക്കൊണ്ട് രാജ്യത്തെ ഗവൺമെൻറ് പരമ്പരാഗത വ്യവസായ മേഖലയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആ മേഖലയെ ചേർത്തു നിർത്തിക്കൊണ്ട് ഈ ജില്ലയുടെ തൊഴിലാളി മേഖലയെ, പരമ്പരാഗത വ്യവസായത്തെ, സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം നേടിയെടുത്ത 9 സീറ്റുകൾക്കപ്പുറത്തേക്ക് തമ്മിലടിയും അവസരവാദവും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാതെ ഇന്ന് പല മണ്ഡലങ്ങളിൽ നമ്മൾ കാണുന്നത് ആ തമ്മിലടി കൊല്ലം ജില്ലയിൽ തന്നെ കാണുകയാണ്. ദേശീയ നേതാക്കന്മാർ വന്ന് തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മുമ്പിൽ നിന്ന് കരയുന്ന കാഴ്ച ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊല്ലം ജില്ലയിൽ 11 സീറ്റും നേടി ഐതിഹാസികമായ വിജയം ഈ കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷം നേടിയെടുക്കുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ ഹസ്കർ, ഇതിപ്പോൾ താങ്കൾക്കറിയാത്തല്ല ആദ്യത്തെ അവകാശവാദങ്ങളും വികസന കാര്യങ്ങളും, കാരണം താങ്കൾ അവരുടെ കൂടെയായിരുന്നു സമീപകാലം വരെയും. എന്തുകൊണ്ട് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മറിഞ്ഞിട്ട് UDF വിജയിക്കണം, UDF-ൻ്റെ ഒരു സർക്കാർ വരണം എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഒന്നാമതായി, ഇടതുപക്ഷ മൂല്യങ്ങൾ ആകമാനം ചോർന്നുപോയ ഒരു പാർട്ടിയാണ് CPIM. അത് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്തുകൊണ്ട് തുടർഭരണം വേണ്ട എന്ന് സാംസ്കാരിക നായകന്മാരടക്കം പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞതിൽ മിലൻ ജിലാവൂസ് എന്ന് പറയുന്ന
ലോകപ്രശസ്തനായ മാർക്സിയൻ സൈദ്ധാന്തികനുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യൂ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ ന്യൂ ക്ലാസ്സിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു പുത്തൻ അധികാരവർഗം ഭരണകൂടത്തിന് മേൽ ഉയർന്നു വരും എന്നത് സംബന്ധിച്ച് അദ്ദേഹം അത് പ്രവചനാത്മകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ടാണ് സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് തുടർഭരണം അധികാര ദുഷിപ്പിലേക്ക് നയിക്കും. ഒന്നാമതായി. രണ്ട്, സാറാ ജോസഫ് ടിപ്പ് പറയുന്നു തുടർഭരണം വേണ്ടേ വേണ്ട. അങ്ങനെ സാംസ്കാരിക നായകന്മാർക്ക് ആകമാനം പറയാൻ തോന്നുന്നിടത്തു നിന്നാണ് ഇടതുപക്ഷ മൂല്യങ്ങൾ അറ്റുപോയി ആൾക്കൂട്ടം മാത്രമായ ഒരു പാർട്ടി, പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാതായി തീർന്നൊരു പാർട്ടി. അതുകൊണ്ടാണ് നേരത്തെ ജി സുധാകരൻ പാർട്ടി വിട്ട് ഇപ്പോൾ അമ്പലപ്പുഴയിൽ UDFിൻ്റെ സാരഥിയായി മത്സരിക്കുന്നത്, ടി കെ ഗോവിന്ദൻ മാഷ് തളിപ്പറമ്പിൽ മത്സരിക്കുന്നത്, സഖാവ് കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് പുറത്തു വന്നത്. അങ്ങനെ നിരവധി പേർ പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ പോലും ഇപ്പോഴും പാർട്ടി എന്താണ് പ്രതിസന്ധി എന്ന് മനസ്സിലാക്കുന്നില്ല. അവർ ഉയർത്തി കാണിക്കുന്ന ചില വികസനമാണ്. കൊല്ലം ജില്ലയുടെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം കശുവണ്ടിയുടെ ഈറ്റില്ലമാണ്. ആ കശുവണ്ടി 800ഓളം ഫാക്ടറികൾ കൊല്ലത്ത് പ്രവർത്തിച്ചിരുന്നു. 15,000-ഓളം നേരിട്ട് തൊഴിലെടുത്തുന്ന കശുവണ്ടി തൊഴിലാളികളുള്ള നാടാണ് കൊല്ലം. പക്ഷേ ഇന്ന് വെറും 100-ൽ താഴെ മാത്രം കശുവണ്ടി ഫാക്ടറികളും വെറും 300 മുതൽ 500 വരെ മാത്രം തൊഴിൽ ദിനങ്ങൾ കിട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണിക്ക് നടക്കുന്ന ഒരു ജില്ലയായി കൊല്ലം ജില്ല മാറി. എന്തുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിലെ കശുവണ്ടി മുതലാളിമാർ, വലിയ വലിയ കശുവണ്ടി മുതലാളിമാരടക്കം ഇന്ന് കടക്കിണിയിലാണ്, സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്തുകൊണ്ട് ഈ കശുവണ്ടി വ്യവസായത്തിന് അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു പാക്കേജ് ഈ ഗവൺമെന്റ് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഉന്നയിച്ചിട്ടില്ല? നിലവിലില്ല അത്തരം ഒരു കാര്യം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. കൊല്ലത്ത് എന്തായിരിക്കും നിങ്ങൾ നില മെച്ചപ്പെടുത്തുക? 2 സീറ്റേ ഉള്ളൂ ആകെ. അല്ല, ഞങ്ങൾ പ്രവചനാത്മകമായി തന്നെ പറയാം, 9-ലധികം സീറ്റ് ടീം UDF കൊല്ലത്ത് നിന്ന് നേടിയിരിക്കും. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണത്തെ തിരിച്ചിടും. അതായത് അവർക്ക് 2 നിങ്ങൾക്ക് 9 ആവും. അല്ല, തോക്കുന്ന സീറ്റിനെ കുറിച്ച് ഇപ്പൊ വേണ്ട. ശ്രീ പ്രസാദ്, ഇവർ രണ്ടുപേരും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് കേരളത്തിലാകെ തന്നെ. ഇവിടെയും എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി 70 വർഷക്കാലമായി കേരളം മാറി മാറി ഭരിച്ചു. തുടർച്ചയായി 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരിച്ചു. എന്ത് വികസനം? 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 3 ലക്ഷം കോടി രൂപ കടബാധ്യത ഉണ്ടായിരുന്ന സർക്കാർ 10 വർഷം കഴിഞ്ഞ് ആ ഭരണം വിട്ടു പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപ കടബാധ്യതയിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ ഇപ്പോൾ കൊല്ലം ജില്ലയെ നമ്മൾ എടുക്കുന്ന സമയത്ത് കൊല്ലത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി, കൈത്തറി അടക്കമുള്ള വ്യവസായങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇവിടെ UDF പ്രതിനിധി പറഞ്ഞു, ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ 3 വ്യവസായങ്ങളും കൊല്ലം ജില്ലയിൽ തകർത്തത് ഈ 2 മുന്നണികളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി വീണ്ടും 5 വർഷക്കാലം ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ 6 ലക്ഷം കോടി രൂപ 9-10 ലക്ഷം കോടി രൂപ കടബാധ്യതയിലേക്ക് പോകും. ഒരു മിസ്മാനേജ്മെൻറ്റ്, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് സാമ്പത്തികം വിനിയോഗം കൃത്യമാക്കുന്ന കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടു. വികസനത്തിൻ്റെ കാര്യം ഇവിടെ എടുക്കുന്നു. ഇവിടെ പറഞ്ഞു റോഡുകളുടെയും പാലങ്ങളുടെയും കാര്യങ്ങൾ എടുത്ത സമയത്ത് ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. 65,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളാകുന്നത്? അതുപോലെ തന്നെയാണ് വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും. ഇവിടെ നമ്മൾ കൊല്ലം ജില്ലയിൽ നിൽക്കുന്ന സമയത്ത് കൊല്ലത്ത് നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വികസിതമായിട്ടുള്ള വികസിത കേരളം. വികസിത കേരളം എന്ന് പറയുമ്പോൾ വികസിത കൊല്ലം. അവിടെ ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് 12 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു, നയാ പൈസയുടെ അഴിമതിയില്ല. ഈ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തണം.
അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തണം. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വമ്പൻ വികസന പദ്ധതികൾ വരെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. ശരി, രണ്ട് സർക്കാരിനെ കുറിച്ച് വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. രണ്ട് സർക്കാരിന് മാത്രമല്ല, 2004 മുതൽ 2014 വരെ ഈ രാജ്യം ഭരിച്ച UPA ഗവൺമെന്റ്, അതെ, ആ സർക്കാരുകളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, സത്യസന്ധമായ വിലയിരുത്തലുകൾ ഈ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയാൽ 100% NDA കേരളത്തിൽ അധികാരത്തിലുള്ള സാധ്യതയാണുള്ളത്. നിരവധി MLA-മാർ BJPക്ക് ഉണ്ടാവും, NDAക്ക് ഉണ്ടാകും. നിരവധി MLA-മാർ ഈ തെരഞ്ഞെടുപ്പിൽ. ഇതിപ്പോ അരുണ് കഴിഞ്ഞ തവണത്തെ തിരിച്ചിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 9 സീറ്റ് അവർക്ക് കിട്ടും, 2 സീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന നിങ്ങളുടെ സർക്കാരിനോട് ജനത്തിന് മടുപ്പാണ്, വെറുപ്പാണ്. ആ മടുപ്പിൻ്റെയും മറ്റും പ്രതിഫലനമായിട്ട് വേണം G. സുധാകരനെയും TK ഗോവിന്ദനെയും ഐഷ പൂറ്റിയെയും ഒക്കെ കാണാൻ എന്ന്. അല്ല, ഇവർക്ക് രണ്ടാളുകൾക്കും ആത്മവിശ്വാസത്തോടു കൂടി ഈ ജില്ലയിലെ 11 സീറ്റുകളും ജയിക്കാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇടതുപക്ഷത്തിന് 11 സീറ്റുകളും ജയിക്കാൻ കഴിയുമെന്ന് പറയാനും ഞങ്ങളത് കാട്ടിക്കൊടുത്ത ജില്ലയാണ് ഈ കൊല്ലം ജില്ല. അതാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞ് ഈ മനോഹരമായ സ്ഥലം, ഒരു നമ്മുടെ നാട്ടിലെ പാലങ്ങളുടെ അടിവശം എങ്ങനെയായിരുന്നു? ഇതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണം. ഈ വി പാർക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെ നാടിനൊരുക്കി. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ബദൽ. ഇവിടെ പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ച് രണ്ടാളുകളും വലിയ തോതിൽ കണ്ണീര് ഇവിടെ ഉയർത്തുന്നത് കണ്ടതാണ്. കശുവണ്ടി മേഖലയെ സംരക്ഷിക്കാൻ ഇദ്ദേഹം RSPയിലേക്ക് പോയിട്ട് അടുത്ത ആളെ ഉള്ളു. CPM ഒരു ആൾക്കൂട്ടമാണെന്നാണ് പറയുന്നത്. ആൾക്കൂട്ടം പോലും ഇല്ലാത്ത പാർട്ടിയാണ് RSP. ഇന്നിപ്പോ നമ്മൾ കണ്ടത് ഇവിടെ CPM പല ആളുകളല്ലോ, ഇന്നിപ്പോ ഞങ്ങൾ കളക്ടറേറ്റ് അടുത്ത് നിന്നപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകളുടെ എണ്ണം നോക്കണം. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഇരുപുരത്തെ സ്ഥാനാർത്ഥിയാണ് സജി ഡി ആനന്ദ്. BJPയുടെ മാല ഇട്ടുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ ന്യായം പറയുന്നത്. അതവിടെ നിന്നോട്ടെ, ഞാൻ അത് പറയാൻ, വികസനത്തെക്കുറിച്ച് പറയാനാണ്. മറ്റു കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരമ്പരാഗത വ്യവസായം, ഈ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ കശുവണ്ടി മേഖല, ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ഇവിടെ 2 ലക്ഷത്തിലധികം ആളുകളാണ് പണിയെടുക്കുന്നത്. ഇന്ന് ഗവൺമെൻറ് മേഖലയിലുള്ള കാപ്പെക്സ്, കാഷ്യൂ കോർപ്പറേഷൻ അടക്കമുള്ള ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം നൽകിക്കൊണ്ട് ആ മേഖലയെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം വലിയ സാംസ്കാരിക പ്രവർത്തകർ ഇടതുപക്ഷത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ഒന്ന് മാറി നിന്ന് UDFന് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ പാവപ്പെട്ടവർ വലിയ സാംസ്കാരിക നായകന്മാരൊന്നുമല്ല. തൊഴിലുറപ്പിന് പോകുന്നവർ, കശുവണ്ടി തൊഴിലാളികൾ, കടലിൽ പണിക്ക് പോകുന്ന ആളുകൾ, ഈ നാട്ടിലെ പാവങ്ങൾ, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അവർ വലിയ മാഷുമാരെ പോലൊന്നുമല്ല. ആ പാവപ്പെട്ട മനുഷ്യർ പറയുന്നത് ഈ നേട്ടങ്ങൾ നിലനിൽക്കാൻ LDF ഭരണം എന്നാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം, ആശാ വർക്കർമാർക്ക് 1000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുക്കാത്ത ബഡ്ജറ്റ് കണ്ടില്ലേ? ഈ രാജ്യത്തിനകത്ത് ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക്, പാചക തൊഴിലാളികൾക്ക് അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആനുകൂല്യം കൊടുത്ത സർക്കാർ ഈ രാജ്യത്തെ ഏക സർക്കാരാണ്. ആശാ വർക്കർമാർ 365 ദിവസത്തിലധികമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിൽ സമരം ചെയ്തു. 1000 രൂപ, ഒരു 250 രൂപ. അത് ഇപ്പോഴല്ലേ കൂട്ടിക്കൊടുക്കേണ്ട? എപ്പോഴായിരുന്നു? അന്ന് ആ സമരം ചെയ്ത ഘട്ടത്തിൽ അവർക്ക് കൂട്ടിക്കൊടുത്തില്ല. ഇപ്പോ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്ന UDFന്റെ വാഗ്ദാനം എന്താ? 3000 രൂപ ക്ഷേമ പെൻഷനാക്കുന്ന 3000 രൂപ ക്ഷേമ പെൻഷനാക്കും. സ്ത്രീകൾക്കാകമാനം സൗജന്യമായി സർക്കാർ ബസ്സിൽ, KSRTC ബസ്സിൽ അത് ചെറിയ കാര്യമല്ല. അത് ചെറിയ കാര്യം, നടക്കുകയാണെങ്കിൽ ചെറിയ കാര്യമല്ലോ. കർണാടകത്തിലും തെലങ്കാനയിലും നടപ്പിലാക്കിയ പദ്ധതിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാ KSRTC നഷ്ടത്തിൽ? എങ്ങനെ നികത്തുമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടത്തിലായി. ആ സ്ഥാപനം തന്നെ പൂട്ടാൻ വേണ്ടി പോയി. നിങ്ങളുടെ വികസനം എന്ന് പറയുന്നത് പ്രായോഗികമായ രാഷ്ട്രീയമാണ്. നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടെ പോകാം ചോദ്യങ്ങൾ. അതിന് മുമ്പ് ശ്രീ പ്രശാന്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഷയമായത് നമ്മുടെ വയനാട്ടിലെ ഈ ചൂരൽമല ഉരുൾപൊട്ടലാണല്ലോ. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നും കേന്ദ്ര സർക്കാർ തന്നില്ല. ഇപ്പം നിങ്ങൾ കൊല്ലത്ത് നിന്നിട്ട് ഞങ്ങൾ എല്ലായിടത്തും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ ആളുകൾ അത് വെച്ച് വിലയിരുത്തില്ലേ? അല്ല, വയനാടിനെ സംബന്ധിച്ച് ചെയ്യില്ലെന്ന് ആരാ പറഞ്ഞത്? ചെയ്തിട്ടില്ല. വയനാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായത്. ഇവിടെ ആൾക്കൂട്ടത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. വലിയ ആൾക്കൂട്ടമാണെന്നാ പറയുന്നത്. ഈ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ത്രിപുരയിലും ബംഗാളിലും.
ആ ആൾക്കൂട്ടം ഇപ്പൊ നമ്മള് NDAയുടെ കാര്യം പറഞ്ഞു, ഇവിടെ ഇരുവേരുത്ത് സജി ആനന്ദിന്റെ കാര്യം സൂചിപ്പിച്ചു. തൊട്ടടുത്ത് നമ്മുടെ അതിർത്തി ജില്ലയായിട്ടുള്ള വർക്കലയില് CPM-ന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് സുന്ദരേശൻ, അദ്ദേഹത്തിന്റെ മകള് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാ. ഇന്നലെ പാർട്ടി മാറി BJP ചേർന്ന് അവിടെ സ്ഥാനാർത്ഥിയായി. ഇന്ന് കേരളത്തില് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ആശയം നഷ്ടപ്പെട്ടു. ആ ആശയം നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരന് ഇന്ന് ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒരു മുതലാളിത്ത സംഘടനയായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു. ത്രിപുരയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു അവർ 12-15 സീറ്റിലും ഇവിടെ ജയിക്കുമെന്ന് പറയുന്നു. ത്രിപുരയിൽ BJPക്ക് കേവലം 4% വോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് BJP അവിടെ ഭരിച്ചു. എങ്ങനെയാണ് ഭരിച്ചത്? അവർ തുടർച്ചയായി 30 വർഷക്കാലം ഭരിച്ച ത്രിപുരയുടെ അവസ്ഥ എന്താ? അതാണ്. തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്താ? അതേ അവസ്ഥയിലേക്ക് കേരളത്തെയും കൊണ്ടെത്തിക്കണമോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. കോർപ്പറേഷൻ ഇപ്പോൾ അവർ ഭരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ആള് പോകുന്നു വെച്ചാൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്കും കോൺഗ്രസിലേക്കൊക്കെ ചാടുകയല്ലേ. അതും ചെറിയ ആൾക്കാരാണോ? G. സുധാകരൻ, TK ഗോവിന്ദൻ, ഐഷ പോറ്റിയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ല. ഇപ്പം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് UDF-ലേക്കും പോകുന്നു, BJP-യിലേക്കും പോകുന്നു. ത്രിപുര പോലെയാവും നിങ്ങൾ. അത് പറയുന്നതിന് വയനാടിനെ കുറിച്ച് പറഞ്ഞു. വയനാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. വയനാടിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഒരു കുഞ്ഞിനെ നോക്കുന്ന ആയയെ പോലെ ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിച്ചതല്ലാതെ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു നാട് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ ഈ നാടാകെ ആഗ്രഹിച്ചു അവരെ ഒന്ന് കൈപിടിച്ച് കയറ്റണമെന്ന്. ആ കൈ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഈ നാടിനെ കൈപിടിച്ച് വയനാടിനെ പ്രശാന്ത്, അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ പാർട്ടി നാളെ കൊഴിയാണ്. അതൊരു വസ്തുതയാണ്, അത് ആളുകൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, ഈ പാവപ്പെട്ട അധ്വാന വർഗത്തെ ചേർത്തു നിർത്തുന്ന മനുഷ്യർ അവരാർക്കും ഈ രാഷ്ട്രീയത്തെ വിട്ടുപോകാൻ കഴിയില്ല. അവസരവാദത്തിന്റെ ഭാഗമായി ചില ആളുകൾ മാറുന്നുണ്ടാവും. അവരെയെല്ലാം ജനം അർഹിക്കുന്ന അവജ്ഞയോട് കൂടി കാണും. പിന്നീട് ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം തോക്കുന്ന ആള് ആ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരിക്കും. അതാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ജയിക്കും. ഒരു കാര്യം കൂടി, ഈ രാജ്യത്ത് പർച്ചേസിങ് രാഷ്ട്രീയം തുടങ്ങിയത് ആരാണ്? BJP അല്ലേ. ഇവിടെ ഓരോ വീട്ടിലും കയറ്റി ആളുകളുടെ ബാങ്ക് ബാധ്യത എത്രയുണ്ട്, കടം എത്രയുണ്ട്, ആ ബാധ്യത എന്ന് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പുതിയ പുതിയ പൈസ കൊടുത്തു പോയതാണോ? BJP-യിലേക്കല്ലല്ലോ പോയിരിക്കുന്നത്. ഇവിടെ ചിട്ടി കമ്പനി നടത്തുന്ന ആളെ പോലെ ബാധ്യത തീർത്ത് തരാന്ന് പറഞ്ഞ് ഇറങ്ങി ആളെ പിടിക്കുന്ന പാർട്ടി പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ വിലയിരുത്തി. അതാരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. UDF-നെ പ്രതിനിധാനം ചെയ്തു വന്ന ശ്രീ അസ്കറിനോടാണ് ചോദ്യം. കാര്യം ഒരു തമാശ ഇവിടെ പറഞ്ഞു. കാരണം 9-ലധികം സീറ്റ് വാങ്ങുമെന്നൊരു തമാശ പറഞ്ഞ് അത് കൊല്ലം ജില്ലയിലുള്ള ഏതൊരു വ്യക്തികളും അതൊരു തമാശയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു തമാശയും കൂടെ അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് 3000 രൂപ പെൻഷനും അതോടൊപ്പം തന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക്, അത് അദ്ദേഹത്തിന്റെ ഒരു തമാശയായിട്ട് കേരള ജനത കാട്ടുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ? അത് യാത്ര അതൊരു തമാശയല്ലേ, നടത്തിപ്പോശം അല്ലല്ലോ. നടത്തിപ്പോശം അല്ലെന്ന് പറയാൻ കാരണം ഇപ്പൊ ഈ 10 വർഷത്തിന് മുമ്പ് ഒരു ഭരണം ഉണ്ടായിരുന്നല്ലോ UDF-ന്. 600 രൂപ വെച്ച് 18 മാസത്തെ പെൻഷൻ മുടക്കിയ ഇവർ 3000 രൂപ എന്ന് പറയുമ്പോൾ കേരളീയരൊരു തമാശയായിട്ടാണ് കാണുന്നത്. ആ ഒരു തമാശയാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാനും സാധിച്ചത്. സത്യത്തിൽ കൊല്ലം കോർപ്പറേഷൻ ഇലക്ഷനും CPM സഹപ്രവർത്തകർ പറഞ്ഞത് കൊല്ലം UDF പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തമാശ പറയുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ ബഹുമാനിയായ അസ്കർ അദ്ദേഹം പറഞ്ഞു 11-9 പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഞാൻ പറയുന്നു 11 ഞങ്ങൾ പിടിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ കോർപ്പറേഷൻ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാ ന്യൂസ് മലയാളമൊക്കെ പറഞ്ഞത് അയ്യോ അത് നടക്കുമോ 30 വർഷം. പക്ഷേ ഒരു ട്രെൻഡ് ഉണ്ട് കേരളത്തിൽ. സഹപ്രവർത്തകനായ താങ്കൾക്ക്, മാധ്യമപ്രവർത്തന താങ്കൾക്കറിയാം, ഈ ട്രെൻഡിൽ കൊല്ലം ഐഷ പോറ്റിയാണ് ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. രണ്ടാമത് ഇരവിപുരം. രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ള BJP-യുടെ സ്ഥാനാർത്ഥിയോടാണ്. നിങ്ങൾ 140 സ്ഥലത്തും സ്ഥാനാർത്ഥികളെ ഒപ്പിച്ചു, പക്ഷേ
അതിൽ BJPയുടെ സ്ഥാനാർത്ഥി 50% പോലും ഇല്ല. UDFിൻ്റെയും LDFിൻ്റെയും CPM നിങ്ങളുടെ ആള് പോയിട്ടല്ലേ അങ്ങോട്ട്? അല്ല, ഞാൻ പറയട്ടെ, അത് അടിസ്ഥാനമായി സാമ്പത്തികം കിട്ടുമ്പോൾ BJPയിൽ പോകുന്നത് എന്തിനാ? സാമ്പത്തികം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ നേതാക്കളോട് കാശ് കിട്ടിയാൽ പോരെന്ന് പറയണം നിങ്ങൾ. ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് തന്നെ അടിയാ, ഒരു ജില്ലയിൽ 2 ജില്ല ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതൊക്കെ അവരുടെ സൗകര്യ രീതിയാണ്. ഇപ്പൊ 3 ജില്ല അല്ല, ഐഷാ പോറ്റിക്ക് പൈസ കൊടുത്തിട്ടാണ്. നിർത്തിക്കോ. അല്ല, ഐഷാ പോറ്റിക്ക് പൈസ കൊടുത്തോ? ഐഷാ പോറ്റിക്ക് പൈസ കൊടുത്തോ? അല്ല, ഐഷാ പോറ്റിക്ക് പൈസ കൊടുത്തോ? താങ്കൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണോ? പ്രശാന്തിലേക്ക് വരാം. ഒരു നിമിഷം, നമുക്ക് ഇവിടെ സംസാരിച്ചു തുടങ്ങാം. പ്രശാന്ത് അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചിട്ട് വയ്ക്കാം. ചോദിച്ചോ. താങ്കൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണോ ആദ്യം താങ്കളുടെ പേരുണ്ടായിരുന്നു ലിസ്റ്റിൽ? താങ്കൾ പൈസ കുറഞ്ഞ് പ്രതാപൻ കൊല്ലത്തേക്ക് പൈസ കൂടുതൽ കൊടുത്തത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടായിരുന്നു? ആണല്ലോ, അദ്ദേഹം പറയാം. പക്ഷെ അതിൽ അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല. ഞാൻ വരാം. അല്ല, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ജില്ലയിൽ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ശ്രീ അസ്കർ, താങ്കളോട് ചോദ്യം ഷമീർ ചോദിച്ച തമാശ എന്നല്ല, ഇത് 9 സീറ്റിൽ അധികം നേടുമെന്ന് പറഞ്ഞത് വളരെ പ്രവചനാത്മക. ഈ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ് ആദ്യം തോൽക്കാൻ പോകുന്നത്. കാരണം പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്നേ കേരളത്തിന്റെ ഖജനാവ്. 6 ലക്ഷം കോടി പൊതുകടമാണ് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊതുകടത്തിന്റെ ഉത്തരവാദിത്തം അവിടുത്തെ ജനങ്ങൾ തീർക്കും. അത് ശ്രീമതി ഐഷാ പോറ്റിയിലൂടെ ആയിരിക്കും തീർക്കുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെന്റ് ആണ് കേരളത്തിലേത്. നമ്മുടെ പൊതുകടം രാജ്യത്തെ 15 സംസ്ഥാനങ്ങൾക്ക് താഴെയാണ്. അതിനകത്ത് അദ്ദേഹം വസ്തുതയൊക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 3 ലക്ഷം കോടി രൂപ ഇപ്പോ നമ്മുടെ സ്വയാർജിതമായ വരുമാനം നമ്മുടെ രാജ്യത്തെ സർക്കാർ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സ്വയാർജിതമായ വരുമാനം കൂട്ടി മികച്ച ധനകാര്യ മാനേജ്മെന്റ്, അച്ചടക്കമുള്ള ധനകാര്യ മാനേജ്മെന്റിലൂടെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന 15 സംസ്ഥാനങ്ങൾക്ക് താഴെയാണ് നമ്മുടെ കടം. ആ നിലയിൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ കൊല്ലം ജില്ലയുടെ അഭിമാനമായ സഖാവ് KN ബാലഗോപാലായിരിക്കും ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഫൈറ്റിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ സമരങ്ങളാണ് CPM നടത്തുന്നത്. പക്ഷേ UDFിന്റെ ആൾക്കാർ പറയുന്നത് ഇവർ തമ്മിൽ ഡീലാണെന്നാണ്. ചുമ്മാ പറയുന്നല്ലേ? എങ്ങനെയാ? പാലക്കാട് സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിയാൽ മതി. പാലക്കാട് LDFിന്റെ സ്ഥാനാർത്ഥിയെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു മനുഷ്യന് UDFിന്റെ സ്ഥാനാർത്ഥി എങ്ങനെ പരിചയം? അല്ല, UDFിന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ടെ അല്ല, അവരുടെ പരമ്പരാഗത കോൺഗ്രസ്സുകാരൻ. ഏത് DCC മെമ്പറായിരുന്നു? ഏത് ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു? അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരാണ്. ബന്ധം എന്താണ്? കടമനിട്ട രാമകൃഷ്ണൻ പൊതുപ്രവർത്തന രംഗത്ത് സാംസ്കാരിക രംഗത്ത് നിന്ന ആളാണ്. ഞങ്ങളെ പാലക്കാട്ടെ ഞാൻ പറയട്ടെ, ഇവരെ ഓഹോ ഒക്കെ പറയട്ടെ. അവിടെ കേട്ടെ, ഈ കേരളത്തിൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അവിടെ BJP ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരാളെ നിർത്തിയോ? ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിന് അവിടെ ശ്രമിച്ചോ? അവിടെ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാള് 15 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പോകുന്നെന്ന് പറഞ്ഞാണ് ആ സ്ഥാനാർത്ഥി തന്നെ അവിടെ ഇറങ്ങിയത്. നിങ്ങൾ കണ്ടല്ലേ? സംശയമുണ്ടോ? 15 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പേ പരാജയം സമ്മതിച്ചിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ്. ഞങ്ങൾ അവിടെ വിജയിക്കും. ആ നിലയിലാണ് പാലക്കാട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. എവിടെയെങ്കിലും BJP ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിയമം അവിടെ ആരെ കൊണ്ട് നിർത്തി? മുരളീധരനെ കൊണ്ട് നിർത്തി. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കണം. ആരാണ് അജണ്ട? BJP. ഞാൻ ചോദിക്കട്ടെ, BJP നമ്മൾ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ LDFുമായി ലീഡ് ഉണ്ടെന്ന് ഇവർ പരസ്പരം ആലോചിക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഏതെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പോ BJP ഈ 2 കക്ഷികളുമായി സഖ്യം ചേർന്നിട്ടുണ്ട്?
ഇവിടെ കേരളം വിട്ട് അവര് കൂട്ടാക്കിയിട്ടല്ലേ? പാറശാലയിലോട്ട് ചെന്നാൽ നിങ്ങൾ ആരാ? അവരെ നിങ്ങളെ ഇന്ത്യ കൂട്ടാക്കിയിട്ടല്ലേ? മുന്നണിയാണ്, ഇന്ത്യ മുന്നണി. ഇപ്പോ നിങ്ങൾ തന്നെ ഒരുമിച്ച് ഈ സംസ്ഥാനത്ത് ഒരു ഇതിനകത്ത് കക്ഷിയായിട്ട് കോലീബി സഖ്യം, നിങ്ങൾക്ക് അല്ല, എങ്ങനെയാണ് കോലീബി സഖ്യം ഇന്നത്തെ അസ്കർ ചർച്ചകൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് കേട്ടിട്ടുണ്ട് അല്ലേ? പറയുന്നത്? അപ്പൊ കോലീബി എങ്ങനെയാണ് സഖ്യം ഉണ്ടാക്കി പറയുന്നത്? UDF അല്ലേ, കോൺഗ്രസ് അല്ലേ? അപ്പൊ നിങ്ങളല്ലേ? നിങ്ങൾക്ക് അവരോട് ഡീറ്റെയിൽ പറയാനാവും. ഇപ്പൊ നിലവിൽ മഞ്ചേശ്വരത്ത് മാരാർജിയെ തോൽപ്പിച്ച ചരിത്രമടക്കം ഇങ്ങോട്ട് വരാം. പരിശോധിക്കണം. കൊല്ലം കെ സുരേന്ദ്രൻ നമ്മുടെ പരാജയപ്പെട്ടു. കൊല്ലത്താണ് നിൽക്കുന്നത്. കൊല്ലത്തുണ്ട് കൊല്ലത്ത് 2 തവണ കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ MLA ആയിരുന്ന മുകേഷ് ഏത് പാർട്ടിയിൽ ഏത് ഘടകത്തിലാണ് ഉണ്ടായിരുന്നത്? പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിച്ചില്ലേ മുകേഷ്? അപ്പൊ എങ്ങനെയാണ് പിഷാരടിയെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? മുകേഷ് നല്ല ഇടതുപക്ഷ പാരമ്പര്യമുള്ള കുടുംബത്തെ പൊതുപ്രവർത്തകനായി ഇവിടെ സാംസ്കാരിക പ്രവർത്തനത്തിൽ പാരമ്പര്യം കൊല്ലത്തിന്റെ മുകേഷിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. അല്ല, അതേ പാരമ്പര്യം പിഷാരടിക്കുണ്ട്. മുകേഷ് നടത്തിയ പ്രസംഗമുണ്ട്. അല്ല, അതുണ്ട്. അത് ഞാൻ പറയട്ടെ. അസ്കർ നേരത്തെ അവിടെ ആയോണ്ടാകും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതിൽ കാര്യമില്ല. അങ്ങനെയെങ്കിൽ കൊല്ലത്തെ സാംസ്കാരിക പാരമ്പര്യം ഇല്ലാത്ത ഇദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. വേറെ ഒന്നും അല്ല, വേണ്ട. കൊല്ലത്തെ ജനങ്ങൾക്ക് അറിയാം 10 വർഷം MLA കാണാത്തത് ഇവരാണ്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഒരു നിമിഷം, അരുൺ complete ചെയ്യട്ടെ. ഒരു നിമിഷം. BJP ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും ദുർബലമായ സ്ഥാനാർത്ഥികളെ BJP അവരുടെ മുന്നണി നിർത്തിയ തെരഞ്ഞെടുപ്പോടൊപ്പം തന്നെ ഇന്ന് വെൽഫെയർ പാർട്ടി നേരിട്ട് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ദിവസം കൂടിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ വർഗീയവാദികളും പിന്തുണ നേടിക്കൊണ്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. കുറിച്ച് പറയാണ് അതല്ല, ഇത് തന്നെയാണ് ഇത് കേരളത്തിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ 0.001% വേണ്ടി സാന്നിധ്യമില്ല. അത് പറഞ്ഞ മുസ്ലിങ്ങളെ വിരട്ടുന്നതിന് വേണ്ടിയാണ്. ഭൂരിപക്ഷ വർഗീയത നമുക്കൊരു നിമിഷം ഇവിടെ വെച്ച് പറയാനുള്ള ഞങ്ങളൊരു ജനകീയ പാർട്ടിയാണ്, ജനകീയ സഖ്യകക്ഷിയാണ്. ആര് പിന്തുണച്ചാലും വാങ്ങും. ഹലോ, BJP പിന്നെ പ്രസാദിനോടാണ് ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞു മോദി വന്നതിന് ശേഷം ഒരു അഴിമതി നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ മനുഷ്യരെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മുടെ അദാനി ഇന്ത്യയിലെ ഷെൽ കമ്പനികളിൽ നിന്ന് ഒരു 9,000 കോടിയായിട്ട് നേരെ ഇന്തോനേഷ്യയിലേക്ക് പോകുന്നു. ഇന്തോനേഷ്യയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കൽക്കരി വാങ്ങുന്നു. അത് നമ്മുടെ പോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഇത് 18,000 കോടിയാവുന്നു. അതെങ്ങനെ ആവുന്നു? അത് കഴിഞ്ഞ് നമ്മൾ പവർ കോർപ്പറേഷൻ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ 27,000 കോടിയാവുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച കൊണ്ട് അദാനിക്ക് 18,000 കോടി അയാളെ കീശയിൽ വരുന്നു. ഇത് പാവങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. നാട്ടുകാർക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ സത്യമായിട്ട് പറയണം. അതെ, അത് കഴിഞ്ഞാൽ ഈ പുള്ളിയോട് ചേട്ടാ, ഈ കഥ എവിടുന്നാ വായിച്ചേ? അല്ല, ഒരു നിമിഷം ഈ കഥ എവിടുന്നാ വായിച്ചേ? ചോദ്യം കംപ്ലീറ്റ് സാധാരണക്കാരായ മനുഷ്യർക്ക് കഥ അറിയാവുന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോ? അല്ല, അതെ, ഞാൻ അങ്ങോട്ട് വായിക്ക് തരാം. ഇവിടെ ചോദിച്ചോ? അരുൺകുമാർ അല്ലേ? അതായത് അങ്ങ് ആദ്യം ഫസ്റ്റിൽ പറഞ്ഞാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗമൊക്കെ വളരെ മെച്ചമാണ്. ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അത് 1947 മുമ്പേ മെച്ചമാണ്. EMS 57 EMS മന്ത്രിസഭ മുതൽ ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ വരെ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? നമ്മളൊന്ന് നോക്കണം. എനിക്ക് രാഷ്ട്രീയം ഉണ്ട്, പക്ഷെ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്ന് നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു പയ്യൻ അവൻ്റെ അമ്മയും കൊണ്ടുവന്നിട്ട് അവിടെ IV സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവൻ പിന്നെ ട്രിപ്പും തൂക്കി നിൽക്കുകയാണ്. എന്തോ ഒരു ഗതികേടാണെന്ന് തോന്നുന്നു. നമ്മളെ മെഡിക്കൽ കോളേജൊക്കെ ആരോഗ്യ മേഖലയിൽ ഇത്രയും ICU. അത് കഴിഞ്ഞ് നമ്മളെ പ്രോവ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കീഴ്ക്കോൾ സർജറി നടത്തിക്കുന്നില്ല. സ്റ്റെൻഡ് ഇല്ല, ബാൾബില്ല, പേസ് മേക്കർ ഇല്ല, കത്തീറ്റർ വയർ ഇല്ല, ഗൈഡ് വയറില്ല. ഇതെല്ലാം ഒരു സാധനവും നമ്മളെ മെഡിക്കൽ കോളേജിൽ. സാധാരണക്കാരെ ആശ്രയിക്കുന്ന എവിടെയാണ്? മെഡിക്കൽ കോളേജുകളാണ്, അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളാണ്. അവിടെയെങ്കിലും സാധാരണക്കാരന് ചികിത്സ കൊടുക്കാൻ വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ നിങ്ങളുടെ സർക്കാർ പരാജയപ്പെട്ടു. ഞാൻ നിർത്തട്ടെ. ആരോഗ്യ മേഖലയിൽ, അതായത് നമ്മൾ ഈ വലിയ പരസ്യമൊക്കെ വെക്കുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേർക്കുനേർ അറിയാവുന്ന ആളുകളാണ് ചോദിക്കുന്നത്. അരുണെ, ഇതൊക്കെ പരസ്യം മാത്രമാണ്, PRDയുടെ പരസ്യം. ഒരിക്കലുമല്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്മുടെ നാടിന് അഭിമാനം തന്നെയാണ്. ഇന്ന് അല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാന്നേ, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്മൾ കോവിഡിന്റെ കാലത്ത്
ഈ നാട് ദുരന്തമുണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരു വർഷം 11 കോടിയോളം വരുന്ന OP-കളാണ് ഓരോ ഹോസ്പിറ്റലിലും ഈ നമ്മുടെ സർക്കാർ മേഖലയിൽ വരുന്നത്. പക്ഷേ കത്രിക മറന്നു വെക്കുന്നത്, കൈ മുറിച്ചു മാറ്റുന്നത്, ഇങ്ങനെ ഇതെല്ലാം കാണുന്നില്ലേ നമ്മള്? 2 ലക്ഷത്തിലധികം വരുന്ന സർജറികളാണ് സർക്കാർ മേഖലയിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട നടന്ന പരാതികൾ ഏതാണ്ട് 50-ൽ താഴെയാണ്. പക്ഷേ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവിന്റെ പരാതികൾ 1000-ഓളം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച നിലയിലാണ് നടക്കുന്നത്. ഏറ്റവും മികച്ച നിലയിലാണ് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ ഈ സ്വകാര്യ മേഖല വലിയ നിക്ഷേപമാണ് കോർപ്പറേറ്റുകൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ സിസ്റ്റത്തെ ദുർബലപ്പെടുത്തുക. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പരമാവധി പർവ്വതീകരിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മോശപ്പെടുത്തുക എന്നുള്ളത് ഈ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യത്തിന് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലല്ല, മോർച്ചറിയിലാണ്. 5 ദിവസം ICUവിൽ കിടന്ന 5 രോഗികളാണ് കഴിഞ്ഞ ദിവസം ഉപകരണത്തിന്റെ കേടുമൂലം മരണപ്പെട്ടു പോയത്. അത് പക്ഷേ തീപിടുത്തമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് ആൾക്കാർ പറയുന്നത്. തീപിടുത്തത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾ തന്നെ ഉന്നയിച്ച ഞങ്ങൾ പറയുന്ന കാര്യമില്ല. തെറ്റിദ്ധാരണ പരത്തുക. ഇപ്പൊ കണ്ടില്ലേ, തെറ്റായ വാർത്തകളെ പ്രചരിപ്പിക്കുക, നമ്മുടെ കത്രിക മറന്നു വെച്ചൊക്കെ കുഴപ്പമാണ്. പക്ഷേ ഇത് അത് മരണം അങ്ങനെയുള്ള അല്ലാന്ന് ആൾക്കാർ പറയുന്നത് വെറുതെ. നമ്മുടെ ഈ കൊല്ലക്കാരൻ ഉൾപ്പെടെയാണ് മരിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കിടന്ന ആൾ ഉൾപ്പെടെയാണ് മരിച്ചത്. വെറുതെ തെറ്റിദ്ധാരണ പരത്തരുത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചു, ഇടതുപക്ഷ സഹയാത്രികരാണ്. അയാൾ വേറൊരു പാർട്ടിക്കാരനല്ല. ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹാരിസ് ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് അക്കമിട്ട് പറഞ്ഞു. അതിന് മറുപടിയായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഞങ്ങളുടെ സിസ്റ്റം ശരിയല്ലെന്ന. 10 വർഷക്കാലം തുടർച്ചയായി ഭരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറയുന്നു സിസ്റ്റം ശരിയല്ല. ഈ സിസ്റ്റം ആര് ശരിയാക്കും? ഈ ഭരിക്കുന്നവർ ശരിയാക്കണോ, നടക്കുന്ന ശരിയാക്കണം? കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ ജില്ലാ ആശുപത്രി കൊല്ലത്തിന്റെ പാർലമെന്റ് അംഗമായിട്ടുള്ള സഖാവ് NK പ്രേമചന്ദ്രൻ കണ്ടിട്ടില്ലേ? നിങ്ങൾ കാണില്ല. കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ കുറിച്ച്, കൊല്ലത്തെ മത്സ്യമേഖലയെ കുറിച്ച്, കരിമണൽ ഖനനത്തെ കുറിച്ച്, കൊല്ലത്തെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാത്ത ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. CPM ഒരു കൊല്ല പാർലമെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മിണ്ടത്തില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒന്ന് BN ഖസറിനെ അഭിനന്ദിക്കണം. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും നല്ലൊരു യഥാർത്ഥ UDF-കാരനായി പ്രതിപക്ഷ നേതാവിന്റെ കറക്റ്റ് ശിഷ്യൻ BN ഖസർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എണ്ണ വിട്ട് നുണയാന്ന് ഇപ്പൊ തെളിയിക്കാം. ഓരോ കാര്യങ്ങളും ആദ്യം പറഞ്ഞു, ആരാണ് കശുവണ്ടി മേഖല കൊല്ലത്തെ തകർത്തത്? കശുവണ്ടി മേഖല കൊല്ലത്തെ തകർത്തത് UDF-ഉം BJP-യും. 2016 പറഞ്ഞോട്ടെ. കശുവണ്ടി ഇറക്കുമതിയുണ്ട്. 2016 ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കശുവണ്ടിക്ക് ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതി തീരുവ ചുമത്തിയത്. എങ്ങനെയാ ചുമത്തിയത്? BJP-യുടെ സർക്കാരിന് കേരളത്തിലെ ഒരു MP കത്ത് കൊടുത്തു, ഇറക്കുമതി തീരുവ അടക്കണം. ആ എംപിയുടെ പാർട്ടിയിലാണ്, പുതിയ നേതാവാണ് പ്രേമചന്ദ്രൻ. പുതിയ PR ആണോ? കത്ത് കൊടുത്ത കത്തൊന്ന് കാണിക്കാമോ? അതിപ്പോ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിട്ട് അവർ MP ഒക്കെ തയ്യാറാവോ? നാട്ടിലെ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിട്ട് MP തയ്യാറാവോ? അതൊക്കെ എനിക്ക് പറയാവുന്ന പറ്റി ആൾക്കാർ വിശ്വസിക്കില്ല. നിങ്ങളാണ് ഈ നാട്ടിലെ വ്യവസായത്തെ തകർത്തത്. നിങ്ങളാണ് തകർത്തത്. കേരളത്തിലെ കശുവണ്ടി മേഖലയിൽ കശുവണ്ടിയുടെ ഉൽപാദനം കുറഞ്ഞു.
നിങ്ങൾ ചിന്തിക്കേ, ഇതിന് തൊട്ടപ്പുറത്തേക്ക് പോയാൽ കേരളത്തിൽ വർഷങ്ങളായി ആന്ധ്രാപ്രദേശിൽ ഉൽപാദനം കുറഞ്ഞു, പിന്നെ അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? ഭാസ്കര, ഉൽപാദനം കുറഞ്ഞാൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യം, ഉൽപാദനം തമിഴ്നാട്ടിൽ കശുവണ്ടി ഫാക്ടറികളുണ്ട്. അവിടെയൊക്കെ ഒരു കേന്ദ്ര സർക്കാരാണ് ഒരു നിയമം കൊണ്ടുവന്ന് കശുവണ്ടി വ്യവസായം തകർത്തെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് ബാധിക്കുന്നു? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് ബാധിക്കുന്നു? പ്രശാന്ത്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് മൈക്ക് അപ്പുറത്ത് കൊടുക്കാം. 12.5% ഈ കേരളത്തിലടക്കം കണക്കൊക്കെ ആൾക്കാർക്ക് അറിയാം കേട്ടോ. വൻകിട മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ 765 ഫാക്ടറികൾ ഉണ്ടാകുന്നത്. ഈ കൊല്ലത്തെ ചെറുകിട കശുവണ്ടി ഫാക്ടറികൾ മുഴുവൻ തകർച്ചയുടെ വക്കിലേക്ക് പോകാൻ കാരണം ഈ ഇറക്കുമതി തീരുക. പിന്നെ അദ്ദേഹം മിലോവൻ ജോർജിലാസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അന്റോണിയോ ഗ്രാംഷിയെ കുറിച്ചൊന്നും BN ഹസ്കർ പഠിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ RSP പോയി നിൽക്കേണ്ടി വന്നത്. നിങ്ങളുടെ പാർട്ടി ആകെ തകർന്നു അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ പാർട്ടി നാളിറങ്ങി പോവാണ്. ആളുകൾ പോകുന്നു പറഞ്ഞാൽ പിന്നെ ഭരണ പാർട്ടി ബൂർഷ്വാ പാർട്ടിയായിട്ട് മാറി, അങ്ങനല്ലേ? ബൂർഷ്വാ പാർട്ടിയായിട്ട് മാറി. ബൂർഷ്വാ പാർട്ടിയായിട്ട് മാറി എന്ന് പറയുമ്പോൾ അന്റോണിയോ ഗ്രാംഷിയുടെ തിയറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപാട് തിയറികളുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സംവാദത്തിന് വേണമെങ്കിൽ സമയമില്ല, അപ്പുറത്ത് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം കടക്കണിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ പ്രിയപ്പെട്ട സനീഷ് പറഞ്ഞു 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പ് അദ്ദേഹം പറയത്തില്ല ഈ രാജ്യത്ത് GDP-യുടെ എത്ര ശതമാനം കടമുണ്ട് എന്ന നിലയിലാണ് പരിശോധിക്കുന്നത്. അതിന്റെ തുക പറഞ്ഞിട്ടല്ല. ഈ കേരളത്തിലെ GDP വലിയ വർധന ഉണ്ടായി. 38% പൊതുകടമെങ്കിൽ ഈ സർക്കാർ അത് 34% കുറച്ചു. കേരളത്തിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിന് ഇല്ലാത്ത ഏറ്റവും വലിയ നേട്ടമാണ് പൊതുകടം. GDP-യുടെ എത്ര ശതമാനം എന്നത് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞത് പൂർണ്ണമായ ഒരു ശിഷ്യനായി ഇതെവിടെ ഒരാളുടെ എല്ലാവരും സംസാരിച്ചോ. ഹസ്കർ സംസാരിച്ചോ. അതെ ഷബീർ, ഇതിനകത്തൊരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായി മാർക്സിയൻ സൈദ്ധാന്തികതയിൽ ചർച്ച ചെയ്യാനാണെങ്കിൽ എന്നെ പഠിപ്പിക്കാനൊന്നും ഷബീർ ആയിട്ടില്ല. അതിപ്പോ കൊല്ലത്തെല്ലാ ആളുകളും സംസാരിക്കും. ഞാൻ പഠിച്ചിട്ടില്ല. നന്നായി മാർസിയൻ ദർശനങ്ങൾ പഠിച്ചോണ്ടാണ് RSP പോയി നിൽക്കുന്നത്. മാർസിയൻ ദർശനങ്ങൾ നന്നായി പഠിച്ചോണ്ടാണ് വലതുപക്ഷത്ത് പോയി നിൽക്കുന്നത്. നിങ്ങളെല്ലാം ഇത്രയാണ്. BJP വിരുദ്ധതയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എങ്കിൽ BJPക്കെതിരായിട്ട് അതിശക്തമായിട്ട് പോരാടുന്ന ആളെ NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ MP, കൊല്ലത്തിന്റെ MP ആണല്ലോ. പൊതുജനത്തിന് കാണിക്കാനുള്ള കബളിപ്പിക്കാനുള്ള നമ്പറാണ്. രാത്രി ഒറ്റക്കെട്ടാണ്, പകലെ പെട്ടെന്ന് ഒരാൾ തന്നെ സംസാരിക്കുന്ന പോലെ ആവണ്ട. പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഹസ്കറിനെ തിയറി പഠിപ്പിക്കാറായിട്ടില്ല എന്നാ മൂപ്പർ പറഞ്ഞു. ഹസ്കറിനെ തിയറി പഠിപ്പിക്കാറായിട്ടില്ല. തിയറി പഠിച്ച തിയറിയുടെ തെറ്റുകൊണ്ടാണല്ലോ ഹസ്കറിന് ഇപ്പൊ ഈ സ്ഥിതി വന്നത്. അല്ല, ഹസ്കറിന് വന്ന സ്ഥിതി സത്യം പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഹസ്കർ എത്തി. ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ ബഹളം ഉണ്ടാക്കല്ലേ. നമ്മുടെ ചർച്ചയുടെ സമയം പോവാണ്. നല്ല രസമായിട്ട് ചർച്ച പോവാണ്. ബഹളം ഉണ്ടാക്കട്ടെ. ഇവിടെ ഒരു ചോദ്യം. ഇവിടെ മൈക്ക്, ഇവിടെ ക്യാമറ ഇവിടെ ഓൺ ദ മൈക്ക്. ഈ മൈക്ക് പറഞ്ഞോ ചോദിച്ചോ. നിങ്ങളുടെ മൈക്കാവല്ലോ. ഇവിടെ നടക്കുന്ന ചർച്ച ഒരു നിമിഷം ചർച്ച നടന്നോട്ടെ. ഒരു നല്ല ചോദ്യം ഉണ്ട് ഇവിടെ. ഒരു വലിയ പാചകക്കാരൻ വന്നൊരു സദ്യ ഉണ്ടാക്കി. അതിനകത്ത് മുട്ട കഴിച്ചിട്ട് കടുക് 2 കഷ്ണം ഇല്ലായിരുന്നു, കറിവേപ്പില ഒരു ശകലം കുറഞ്ഞു. ഈ ഒരു സംഭവം ചെറിയ കുറ്റം പറയാണെന്ന് കേരളത്തിൽ എന്താണ് ഇനി ബാക്കിയുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? LDFിനോടല്ല പറഞ്ഞത്. 5 കൊല്ലം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്വർഗമാക്കും കേരളം. കേരളം സ്വർഗമാണല്ലോ. എന്തെല്ലാം നേടാറുണ്ടോ അതെല്ലാം കൊടുത്തു. തള്ളിക്കളയാൻ പറ്റുന്നല്ല ഹസ്കർ, തള്ളിക്കളയാൻ പറ്റുന്നല്ല. ഈ നാട് നന്നായിട്ടുണ്ട്. ഈ നാട് എങ്ങനെ നന്നായി എന്നാ പറഞ്ഞ കുറെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നു. ഊരാളെങ്കിൽ എന്ന് പറയുന്ന സൊസൈറ്റി നന്നായി. അതിന്റെ പേര് ഒരു വാക്ക് പറയുന്ന പേര് പറഞ്ഞല്ലോ. മാത്രമല്ല ഒരു വാക്ക് പറയും അതിന്റെ പേര്. ഒരു വാക്ക് പറയും സാധാരണക്കാരനല്ല കൊണ്ടുണ്ടായത്. 15 ലക്ഷം
ജനങ്ങളുടെ അക്കൗണ്ടിൽ ഇടാൻ ബഹുമാനായ ഹസ്കറിന് പോലും സമ്മതിക്കേണ്ടി വന്നു. എന്ത് ചെയ്തു നിങ്ങൾ? നേതാക്കന്മാരുടെ ജയിലില്ല. നേതാക്കന്മാർ ജയിലില്ല. ശബരിമല അതായത് കൊള്ളയടിച്ചതിന്റെ പേരിൽ. ഇവർക്ക് പണ്ട് നേതാക്കന്മാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരടക്കം മുൻ ഒരാൾ സംസാരിക്കുന്നില്ല. നേതാക്കന്മാരടക്കം ജയിലില്ല. ഒന്ന് സമാനത്ത് പോ, ഒന്ന് സമാനത്ത് പോ. അല്ലെങ്കിൽ അവിടെ ബഹളാവും. അസ്കർ, ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. അരുണ് പറ, നമുക്ക് മൂന്ന് പേർക്ക് ഓരോ മിനിറ്റ് സംസാരിക്കാം. ഒന്ന് ശാന്താവട്ടെ. ആ, ബഹുമാന്യനായ ഹസ്കറിന് പോലും സമ്മതിക്കേണ്ടി വന്നു കേരളത്തിൽ വികസനം നടക്കുന്നുണ്ടെന്ന്. അതാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നേട്ടം. ഇവിടെ എന്താണ് മാറ്റം ഉണ്ടായെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എത്ര മനോഹരമായിട്ടാണ് ഒരു ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റിന്റെ പദ്ധതി. ഈ വി പാർക്ക് കൊല്ലത്ത് തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു സമുച്ചയം, നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസനം, പുതിയ ഹോസ്പിറ്റൽ സമുച്ചയം, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. നമുക്ക് ഒന്ന് ഹസ്കറിനോട് സംസാരിച്ചാൽ നമുക്ക് പ്രശാന്തിനോട് സംസാരിച്ചാൽ ഒന്നുകൂടെ അങ്ങോട്ട് പോവാം. ഈ പറയുന്ന വികസനം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, വികസനം ചെയ്തിട്ടുണ്ട്. നമ്മൾ 10 കൊല്ലം കാണുന്ന കേരളമല്ലേ കാണുന്നത്? 10 കൊല്ലം കാണുന്ന മുമ്പുള്ള കേരളമല്ല നമ്മളിപ്പോ കാണുന്നത്. അദ്ദേഹം പറയട്ടെ. അരുണേ, ഈ കൊല്ലം വിട്ട് വേറെ അങ്ങ് പോയിട്ടില്ല. BJP ഭരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപാട് BJP ഭരിക്കുന്നിടത്ത് പാലത്തിന്റെ ഏട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം പാലം എപ്പോഴാണ് പൊളിഞ്ഞു വീഴുന്നത് അറിയാൻ പറ്റത്തില്ല. അത് കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ അറിയാം BJP പണിഞ്ഞ പാലം. അരുൺബാബുവിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കേരളം മാത്രമേ കണ്ടുള്ളൂ. 10 കൊല്ലത്തിനപ്പുറം തമിഴ്നാടോ കർണാടകത്തിലോ 3 മാസം മുന്നേ അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കുറ്റം പറയരുത്. വികസന പ്രവർത്തനം കേരളമെങ്കിലും നന്നായി കണ്ടല്ലോ. കേരളമെങ്കിലും ഞങ്ങൾ നന്നായി കണ്ടല്ലോ. നിങ്ങൾക്ക് കേരളം പോലും നന്നായി കാണാൻ പറ്റിയില്ല. അതാണ് കണ്ണ് തുറന്ന് കേരളത്തെ ഒന്ന് കാണൂ. പ്രതിനിധിയായിട്ട് CPM ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെയല്ല, ഏറ്റവും ഉള്ളൂ. അതല്ല, ഇവിടെ മതി തന്നെ. അവർ കേരളത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുന്ന RSP കൊല്ലത്തല്ലേ ഉള്ളൂ. അല്ല, കൊല്ലത്ത് മതി. ഞങ്ങൾക്ക് ഒരു MP ഉണ്ട്, അവർക്ക് ഒരു MP ഉള്ളൂ. കേരളം മൊത്തമുള്ള പാർട്ടിക്ക് ഒരു MP ഉള്ളൂ. അതെ അതെ. അല്ല, അതിപ്പോ RSPക്ക് ഒറ്റ ആളേ ഉള്ളൂ. അവർക്ക് 4 പേരുണ്ട് പല സംസ്ഥാനങ്ങളും. രണ്ടെണ്ണം DMKയുടെ വക, ഒന്ന് കോൺഗ്രസിന്റെ വക. അല്ല, നമുക്ക് അടുത്ത നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യക്ക് സീറ്റ് കൊടുത്ത വലിയ ചർച്ചയാണല്ലോ നാട്ടില്. അത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യക്ക് സീറ്റ് കൊടുത്ത വലിയ ചർച്ചയല്ലേ? കൊല്ലത്തടക്കമുള്ള ആളുകൾ പറയുന്നില്ലേ? സെക്രട്ടറിയുടെ ഭാര്യക്ക് പാർട്ടി പ്രവർത്തനം നടത്തിക്കൂടാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന എഴുതിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകയായി ജില്ലാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഗോവിന്ദ മാഷി വിവാഹം കഴിച്ചു. പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിൽ കയറി ഇരിക്കണമെന്ന് പറയുന്ന മനോഭാവം മാടമ്പി മനോഭാവമാണ്. അത് അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ നിന്ന് തരത്തില്ല. മുഖ്യമന്ത്രി നടത്തിയ ഒരു പദപ്രയോഗം വലിയ ചർച്ചയാണ്. ഇവരുടെ MP-യുടെ മകനെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കി ഇവിടെ മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിയായില്ലല്ലോ. അവരുടെ പാർട്ടി എതിർത്ത് തോൽപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിന് കഥവുമില്ല ജനലുമില്ല, മൊത്തം ആളുകൾ ഇറക്കിക്കൊണ്ട് ആ നില അടിയായിരുന്നു അവിടെ നടന്നത്. അല്ല, ഇതിനകത്ത് അരുണേ, ഇന്നത്തെ ഒരു വിഷയം മുഖ്യമന്ത്രി നടത്തിയൊരു പദപ്രയോഗം ശരിയായില്ല എന്നാ പറയുന്നത്. അതെ, മുഖ്യമന്ത്രി പണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു RSP നേതാവിനെ കുറിച്ച് നടത്തിയ പദപ്രയോഗം ശരിയായിരുന്നില്ല, ദീർഘവീക്ഷണമുള്ളതായിരുന്നു നിന്ന് കൊല്ലംകാര് സമ്മതിക്കാണ്. അതേപോലെ ഇതും ദീർഘവീക്ഷണമുള്ള പദപ്രയോഗമാണെന്ന് ഭാവി കേരളം അംഗീകരിക്കും. അതായത് ഒരു കാര്യം അസ്കർ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും ഗംഭീരനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പലരും പറയും. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം 21 ഇൻ്റർവ്യൂ
എന്ത് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടിയുണ്ട്. വലിയ ആത്മവിശ്വാസമാണ്. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇവിടെ പാലങ്ങളായിട്ടും റോഡുകളായിട്ടും കാണാനുണ്ട് എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിന് ജനങ്ങൾ മതിക്കില്ലേ? മുഴുവൻ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ലേ? അല്ല, LDF നടത്തിയ വികസന പ്രവർത്തനം കാണാൻ കഴിയുന്നതും എൻ്റെ ഒരു ചോദ്യമല്ലേ? മുഖ്യമന്ത്രിയുടെ ആ ഒരു ഗ്ലോറി നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതല്ല സനീഷ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ CPIM-ഉം CPM-ന്റെ പ്രവർത്തകരും എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയുടെ ഫാൻസ് അസോസിയേഷനായി ചുരുങ്ങിയിരിക്കുക. ആ ചുരുങ്ങലാണ് പ്രശ്നം. അവിടെയാണ് അതിന്റെ പ്രശ്നം. അവിടെ ഒരു ചോദ്യമുണ്ട്. ചോദിച്ചോ. ആരോടാ ചോദ്യം? ഒരു ചോദ്യമുണ്ട്. പിന്നെ T. സുധാകരനെയും അസ്കറിനെയും ഒന്നും നിങ്ങൾ മാർക്സിസം പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ആദ്യത്തെ ചോദിച്ചോ, അങ്ങോട്ട് നോക്കണ്ട പറഞ്ഞോ. ഇവിടെ ചോദിച്ചോ. ഒരു ചോദ്യമായിട്ട് ഇങ്ങോട്ട് ചോദിക്കും. രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത്, ഇവിടെ 35 വർഷം വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസം ഭരിച്ചു. എന്തുണ്ടായി നമുക്കറിയാം. ഇവിടെ ഇനി അറ്റത്തെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നത് അവരാ. 10 വർഷം ഭരിച്ചപ്പോൾ നമ്മളെ പിള്ളേരെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. അവർ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെ, ബംഗാളിൽ നിന്ന് ഇവിടെ വന്നു. ഇവിടെ മലയാളികൾ അങ്ങോട്ട് പോയിരിക്കാം. ഇനി ഒരു 5 വർഷം കൊടുത്താൽ കേരളം ബംഗാളിനേക്കാളും താഴെ പോവും. ഒന്ന്. രണ്ടാമത് ദേശീയ പാർട്ടിയുടെ നേതാവ് പ്രശാന്ത് സാറിനോടാ. അതായത് വയനാട് വലിയൊരു ദുരന്തം നടന്നു. നമ്മൾ മുഴുവൻ ജനങ്ങളും അതിന്റെ കൂടെ നിന്നു. എന്നിട്ട് ആരെങ്കിലും ഇവർ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തോ? പ്രധാനമന്ത്രി വന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു സഹായം ചെയ്തിട്ടില്ല. UDF-ന്റെ നേതൃത്വത്തിലുള്ള KMCC മുസ്ലിം ലീഗ് 51 വീട് വെച്ചു. കോൺഗ്രസ് വീട് വെച്ചു കൊടുത്തില്ലോ. കോൺഗ്രസ് കല്ലിട്ടതേ ഉള്ളൂ. 51 വീട് കോൺഗ്രസ് കല്ലിട്ടതേ ഉള്ളൂ. സ്വന്തമായിട്ട് സ്ഥലം എടുത്തിട്ടാ, സ്വന്തമായി സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടാണ് കല്ലിട്ടിരിക്കുന്നത്. അവിടെ അരുണിനോട് മറുപടി വയ്ക്കാം. അരുണെ, ബംഗാള്, ത്രിപുര നേരത്തെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വലിയ കോട്ട കൊത്തനങ്ങളൊക്കെ താഴെ വീണുപോയി. അതാണ് അസ്കർ പറയുന്നത്. പാർട്ടി തിയറിയിൽ നിന്നുകൊണ്ട് അസ്കർ പറയുന്നത് നിങ്ങൾ വീഴും എന്ന്. ബംഗാളിലെ ഇടതുപക്ഷം അതിശക്തിമത്തായി തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് അവിടെ തല്ലുകൊള്ളാതെ, മമതയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ ഞങ്ങളുടെ കൊടിയുടെ കീഴിലാണ് RSPക്കാർ നിൽക്കുന്നതെന്ന് കൂടെ ഓർത്തോണം. അല്ല ഞങ്ങളെ പിന്നെ ഇവിടുന്ന് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് പണിക്ക് വരുന്നു എന്ന് പറഞ്ഞ്, ബംഗാളിൽ നിന്ന് മാത്രമല്ല, ബംഗാളിൽ നിന്ന് ഏറ്റവും കുറച്ച് ആളുകൾ ഇന്ത്യയിൽ BJP ഗുജറാത്തിൽ നിന്ന് ഉൾപ്പെടെയാണ് ആളുകൾ ഇങ്ങോട്ട് പണിക്ക് വരുന്നത്, മോഡിയുടെ നാട്ടിൽ. പിന്നെ ഇവിടുന്ന് വിദേശത്തേക്ക് പണിക്ക് പോകുന്ന ആളുകൾ ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന ആളുകളെ പോലല്ല, അവിടെ നല്ല വൈദഗ്ധ്യമുള്ള പ്രൊഫഷണൽ ജോലികൾ ഉൾപ്പെടെ ചെയ്യുന്ന ആ നിലയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുന്ന, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, പ്രൊഫഷണൽ വിദ്യാഭ്യാസം അടക്കം കൊടുക്കുന്ന ഏറ്റവും വലിയ മാറ്റം കേരളത്തിന്റെ വിദ്യാഭ്യാസം ലോക തൊഴിൽ കമ്പോളത്തിൽ ഏതാളുകളുമായി മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിലെ മനുഷ്യരെ മാറ്റി തീർത്തതിന്റെ നേട്ടമാണ്. വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്ന ആളുകളാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതിന്റെ സാഹചര്യം പരിശോധിച്ചാൽ പഠിക്കാത്തോണ്ടല്ല പറയാനുള്ളതാ. ഇപ്പൊ നമ്മുടെ അരുണോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന വികസനം നമ്മുടെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? നിങ്ങൾ ഇത്രയൊക്കെ അത് ആലോചിക്കണ്ടേ? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി കാണുക ചേച്ചി, അഷ്ടമുടി കായലിൽ പോയി കാണുക ചേച്ചി. മെഡിക്കൽ കോളേജ് സംസാരിക്കുന്ന ചേച്ചിയെ നിർത്തിക്കളെ. പറയാൻ പറ്റില്ല, നിങ്ങൾ ബഹളം വെച്ചവർക്ക് പറയാൻ പറ്റില്ല. പറയട്ടെ, അവർ പറയട്ടെ. ഒരു സംസ്ഥാനത്തും ഇതുപോലെ മനുഷ്യൻ മനസമാധാനത്തോടെ ജീവിക്കുന്ന ഏത് സംസ്ഥാനമുണ്ട്? വികസന പ്രവർത്തനം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ ഇവിടെ മൈക്കപ്പുറത്ത് കൊടുത്തേ ചേച്ചി, അപ്പുറത്ത് കൊടുത്ത ആർക്കും ചോദ്യം ഉണ്ടെങ്കിൽ കൊടുത്തേ. ലഹരിക്ക് കേരളത്തിലെ LDF സർക്കാരാണ് ഏറ്റെടുത്തത് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആക്കി മാറ്റിയത്. ഹസ്കറിനോടൊരു ചോദ്യം.
നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ പിടിച്ചോളാം, ഈ നിങ്ങൾ ഭരിച്ച സമയത്ത് ഈ കൊല്ലം ജില്ലാ ആശുപത്രിയുടെ ഗതികേട് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ വികസനങ്ങളിൽ എവിടെ ഈ പോയിരുന്നു? 10 കൊല്ലം മറുപടി പറ. ഈ വികസനങ്ങൾ എവിടെ പോയിരുന്നു? മറുപടി പറയാണ്. എവിടെ പോയിരുന്നു? അന്നത്തെ കാട്ടിയും വികസനം ഇന്ന് കൂടുതലുണ്ടോ? നിങ്ങൾ ഭരിച്ചതിന് കാട്ടി അവിടെ പോയിട്ടുണ്ടോ? ഇന്ന് ഭരിക്കുന്നതിന് ജില്ലാ ആശുപത്രി പോയിട്ടുണ്ടോ? ഓക്കെ ചോദ്യം മനസ്സിലായി. ഇന്ന് ജില്ലാ ആശുപത്രിയെ കുറിച്ച് BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു. ആ ജില്ലാ ആശുപത്രിയിൽ പണ്ടുണ്ടായിരുന്ന ഗതികേടിനെ കാട്ടി 10 ഇരട്ടി വികസനം വന്നിട്ടുണ്ട്. തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 കൊല്ലം കൂടെ കിട്ടിയാൽ ഗംഭീരാക്കും അല്ലേ? 5 കൊല്ലം കൂടെ കിട്ടിയാൽ ഗംഭീരാവും. 5 കൊല്ലം കൂടെ 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ അല്ല. ഈ വികസനങ്ങൾ കാണുമ്പോ ഏതൊരു പാർട്ടിക്കാരും അവർ സ്വന്തം കാര്യം കൊണ്ട് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി വിജയിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നിങ്ങളുടെ പാർട്ടിയിൽ ഏറ്റവും വലിയ സ്ഥാനാർത്ഥികളായിരുന്നു VD സതീശനും മറ്റേ ഇപ്പൊ കെ സുധാകരനും. എന്തുകൊണ്ട് VD സതീശനും കെ സുധാകരനും തമ്മിലടിക്കേണ്ട ഗതികേട് ആയിരുന്നല്ലോ? ഇപ്പൊ എന്തുകൊണ്ട് തമ്മിലടിച്ച്? അല്ല ഒരു നിമിഷം, ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഒരൊറ്റ ചോദ്യം ഇവിടെ ചോദ്യങ്ങളെ ഇതാണ് CPM. ചോദ്യങ്ങളെ ബഹളം വെച്ചില്ലായ്മ ചെയ്യുന്നവരാണ് CPM. അരുണ, രാഹുൽ ഗാന്ധിയെ താങ്കൾ കുറ്റം പറയുമ്പോൾ ഇവിടെ അസ്കർ സൂചിപ്പിച്ച പോലെ കേരളത്തിനപ്പുറത്തെ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് നിങ്ങൾ പാർലമെന്റിൽ പടം വെച്ചിട്ടാണ് അവിടെ കോൺഗ്രസ്സുകാരും മത്സരിച്ചത്. സീതാറാം യെച്ചൂരിയുടെ പടം വെച്ചിട്ടാണ് അവിടെ കോൺഗ്രസ് മത്സരിച്ചത്. 5 മിനിറ്റ് ചോദ്യം ചോദിക്കേണ്ട ആളുടെ ചോദ്യം ചോദിക്കണം പെട്ടെന്ന്. 5 മിനിറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വി പാർക്കിൽ നിന്ന് നമ്മളെ പ്രോഗ്രാം ചെയ്യുമ്പോൾ വി പാർക്കിൽ നിന്ന് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വി പാർക്ക് കൊള്ളാം, പക്ഷേ പറയട്ടെ ഇത് സ്ഥലം കൊല്ലത്ത് ബഹളം വെച്ചാലൊന്നും ഇല്ല, ശ്രദ്ധിക്കണ്ട. കൊല്ലത്ത് ബഹളം ഉണ്ടാക്കല്ലേ പ്ലീസ്. കൊല്ലത്ത് വി പാർക്ക് അല്ലാതെ ബീച്ചിലെ പാർക്കുണ്ട് ഭരണത്തിൽ അടച്ചിട്ടിരിക്കുക. പിള്ളേർക്ക് കളിക്കാൻ നമുക്ക് നിർത്താം. അല്ല സമയം കഴിഞ്ഞു. എനിക്ക് അവിടെ ഒരു ചോദ്യം ഇടുക. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുന്നില്ല. ചോദ്യമായിട്ട് ചോദിക്കുക. ശരി അത് നമുക്ക് മനസ്സിലായി. അല്ല ക്വസ്റ്റ്യൻ മനസ്സിലായി. അവരൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ തീർക്ക്. എന്റെ സമയം കഴിഞ്ഞു. 4 മിനിറ്റേ ഉള്ളൂ. അരുണ അഡ്വഞ്ചർ പാർക്കിൽ ഇപ്പോഴുള്ള ചിൽഡ്രൻസ് പാർക്ക് ഈ മൈക്കാട്ടെ ഇവിടെ ഇരിക്ക്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോ. ആ മൈക്കാണ് ഓണർ. ചോദിച്ചോ. കൊല്ലമാണ് ഏറ്റവും നല്ല വികസനത്തിന് ഏറ്റവും ഉത്തമമെന്ന്. അതായത് നിങ്ങളുടെ അതെ കേരളം. പക്ഷേ ഞാൻ കൊല്ലത്തിലോട്ട് കടക്കുകയാണ്. ബഹളം ഉണ്ടാക്കല്ലേ. ഒരു ഫീമെയിൽ വോയിസ് വരുമ്പോ നിങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. പറ. അരുൺ ബാബു പറയുകയുണ്ടായി വി പാർക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുക താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു. മത്സ്യബന്ധനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇരവിപുരം മുതൽ നമ്മുടെ കാക്കത്തോപ്പ്. ആ ഏരിയയിലുള്ള റോഡുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ മുണ്ടക്കൽ പാലം മുതൽ ഏതാണ്ട് നമ്മുടെ ഇരവിപുരം വരെയുള്ള റോഡുകൾ കുത്തിക്കിളച്ചിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളെപ്പോലെയുള്ള MLA ആണെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കാരാണെങ്കിലും അതുവഴി ഒന്നും പോകുന്നില്ല. നിങ്ങൾ പോകുന്നത് ഇതുപോലുള്ള വലിയ റോഡ് താറിട്ട റോഡുകളിലൂടെയൊക്കെയാണ്. അവിടെ സ്ഥിരം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന ജനങ്ങളാണെങ്കിലും കുട്ടികളെയും കൊണ്ട് പോകുന്നവരാണെങ്കിലും നിരന്തരം വണ്ടി 2 വീലറിൽ പോയിട്ട് അവർ വീണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പൊ അതും ജനങ്ങളാണ്. നിങ്ങൾ പറയുന്നത് ഒരിക്കലും അകത്തോട്ട്
പറ്റില്ല. ഈ അല്ല അത് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഇരവിപുരത്തിന്റെ MLA എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലല്ലല്ല ഇരവിപുരത്തിന്റെ MLA എങ്കിൽ വന്ന് അല്ലല്ല മുഖാമുഖം ഒരിക്കലുമില്ല. ഇലക്ഷൻ ടൈമിൽ മാത്രമേ ഉള്ളൂ MLA അവിടെ വരുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിർത്താം വഴക്കിടണ്ട. ഓക്കെ അല്ല ആ ഒരു വസ്തുതയുണ്ട്. നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് പോകണം. ആ 3 മിനിറ്റേ ഉള്ളൂ. അരുൺ ബാബു, ഹസ്കറും പ്രശാന്തും ഓരോ മിനിറ്റിൽ സംസാരിക്കും. നമുക്ക് അവസാനിപ്പിക്കാം. അരുണെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം കഴിക്കാം. അല്ല ഇനി അദ്ദേഹം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളാം. ചരിത്രത്തിൽ ആദ്യമായി ഇരവിപുരത്തിന്റെ മുഴുവൻ തീരദേശങ്ങളിലും പുലിമുട്ട് സ്ഥാപിച്ച് BM&BC നിലവാരത്തിൽ റോഡ് പണി നടക്കുന്നതിനെയാണ് ഇത്തരത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇരവിപുരത്തിന്റെ തീരദേശത്തിൽ ഒരു മീറ്റർ ഇല്ലാതെ മുഴുവൻ ബീച്ചിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ബീച്ച് നടത്തി 5 വർഷം നടത്തി. ബീച്ചിലെ പാർക്ക് 5 വർഷം നടത്തിയ ആളാ. അയാളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കോ. നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയിപ്പോ സമയമില്ല. അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റ മിനിറ്റേ ഉള്ളേ. മറ്റൊരു അസുലഭമായ നിമിഷത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. 3ാം പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ ഈ ചരിത്ര നേട്ടമുണ്ടാകുന്ന ജില്ലയാണ്. 11ൽ 11 സീറ്റും നേടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ നാട് നേടിയെടുത്ത വികസനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വരും. ആ വികസനത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ കേരളത്തിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. വനവാസത്തിന് പോയിട്ട് പോലും ആ വനത്തിൽ പോലും ഇദ്ദേഹത്തിന് മനസമാധാനത്തോടെ ഇരിക്കാൻ കാരണത്തില്ല. കാരണം ആ വനത്തിനകത്ത് പോലും ആ വനമേഖലയിൽ നടത്തിയ വനമേഖലയിൽ പോലും നടത്തിയ വികസനം ഇദ്ദേഹത്തിന് അവിടെ പോലും സ്വസ്ഥാനിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുമായി കേരളം മുന്നോട്ട് പോയി. ഏപ്രിൽ 9 എന്ന് പറയുന്ന ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി 110 സീറ്റിൽ അധികാരത്തിലെത്തും. ഇത് ടീം UDFന്റെ ഉറപ്പാണ്. ഇവിടെ പ്രശാന്ത് അവസാനിപ്പിച്ചോ. കേരളത്തിലെ ജനങ്ങൾക്കും കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്കും ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനങ്ങളും ഇല്ലാത്ത ഒരു സർക്കാർ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അവസരം തന്നാൽ അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, പിൻവാതിൽ നിയമനമില്ലാത്ത വികസനം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റും ഒരു ജനപ്രതികളും കൊല്ലം ജില്ലയിൽ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ അടിവരയിട്ട് ഉറപ്പ് തരുന്നു. നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തി. ഞങ്ങൾ രാജ്യം ഭരിക്കുന്നു, ഞങ്ങൾ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വികസന കേരളമാണ്, വികസന കൊല്ലമാണ്. ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അരുൺ ബാബു, ശ്രീ ഹസ്കർ, ശ്രീ പ്രശാന്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ പൊളിറ്റിക്കൽ മാസ് കൊല്ലത്തായിരുന്നു. കൊല്ലത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അനുഭവവേദ്യമായ 1 മണിക്കൂറാണ് കടന്നുപോയത്. അതിതീക്ഷ്ണമായിട്ടാണ് ആളുകൾ ചർച്ചയിൽ ഇടപെട്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും.